ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഇർഫാൻ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. അതായത് ഇതിനു മുമ്പ് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അതായത് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചാറ്റ് ചെയ്യുകയായിരുന്നു വാട്സപ്പിൽ. അപ്പോൾ അതിൽ ഒരാൾ എന്നോട് ചോദിച്ചു, ഇർഫാൻ, ഈ സ്നേഹവും സ്നേഹവും എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുക? അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഇതറിഞ്ഞിട്ട് നിനക്കെന്തിനാണ്, എന്താ കാര്യം? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ ഒന്ന് പറ, ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, നമ്മളെല്ലാവരും മീൻ വാങ്ങാറുണ്ട്, ഭൂരിഭാഗം പേര്. അത് നമ്മൾ രണ്ട് തരത്തിലാണ് വാങ്ങാറുള്ളത്. ഒന്ന് വഴിക്കൂടെ പോകുന്ന കച്ചവടക്കാരൻ്റെ നിന്നും, ഒന്ന് ഫിഷ് മാർക്കറ്റിൽ നിന്നും. ഈ വഴിക്കൂടെ പോകുന്ന കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന മീനുകൾക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കാം, ഭയങ്കര രുചിയായിരിക്കാം. അപ്പോൾ നമ്മൾ പറയും കഴിച്ചിട്ട്, ആഹാ എന്താ ടേസ്റ്റ്, എന്താ ഇത് ഫ്രഷാണ് കേട്ടോ എന്ന് പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഫ്രഷ് അല്ലാത്തതുകൊണ്ടാണ് അതിന് അത്രത്തോളം ടേസ്റ്റ്. മണിക്കൂർ കണക്കിന് വെച്ച് മരുന്നടിച്ച് വിൽക്കുന്നത് കൊണ്ടാണ് അതിന് അത്രത്തോളം ടേസ്റ്റ്. എന്നാൽ ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മീനുകൾക്ക് അത്രത്തോളം ടേസ്റ്റ് കിട്ടാറില്ല. കാരണം അത് ഫ്രഷാണ്. അത് കൊണ്ടുവരുന്നു, ഇറക്കുന്നു, വിൽക്കുന്നു. അല്ലാതെ മണിക്കൂർ കണക്കിന് വെക്കുകയോ മരുന്നടിക്കുകയോ ചെയ്യുന്നില്ല. എന്നതുപോലെ തന്നെയാണ് സ്നേഹവും സ്നേഹവും. നമ്മളിപ്പോൾ ഒരു വിഭാഗം ആൾക്കാരെ കാണാറുണ്ട്. ഭാര്യയാവട്ടെ ഭർത്താവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുത്തി കളിക്കുന്നു, നാട്ടിലൂടെ നടക്കുന്നു. അതൊക്കെ എന്താണ്? നാട്ടുകാർ കാണാനും വീട്ടുകാർ കാണാനും അയൽവാസികൾ കാണാനുമാണ്. അല്ല, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്നേഹമില്ല എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവർക്ക് അവരുടെ ഹൃദയത്തിലായിരിക്കും അവരുടെ സ്നേഹം. അതവർക്ക് മനസ്സിലാവണമെങ്കിൽ അവർക്ക് പരസ്പരം പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാവും. അപ്പോൾ അവർ താങ്ങായി തണലായി കൂടെ ഉണ്ടാവും. എന്നതുപോലെ തന്നെയാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരിൽ മാത്രമല്ല, സൗഹൃദങ്ങളിലുമുണ്ട് രണ്ട് തരത്തിലുള്ളത്. അത് നമ്മളിപ്പോൾ ചിലരെ കാണാറുണ്ട്, ഒപ്പം കളിക്കുന്നു, ചുരുത്ത് നടക്കുന്നു, ടൂറടിക്കുന്നു. ഇതൊക്കെ നാട്ടുകാർ കാണാൻ, അവർ പറയാനാണ്. അവർ കാലങ്ങളായി ഇങ്ങനെയാണ്, അവർ ഭയങ്കര സൗഹൃദക്കാരാണ് എന്ന് പറയാനും പറയിപ്പിക്കാനുമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സൗഹൃദമുള്ളവർക്ക് അവരുടെ സ്നേഹത്തിലും അവരുടെ ആത്മാർത്ഥതയിലുമായിരിക്കും അവരുടെ സൗഹൃദം. അതായത് എനിക്കൊരു സഹായം ആവശ്യം വന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിച്ച് തരാത്തവരല്ല, ഇല്ലെങ്കിലും അത് ഉണ്ടാക്കി തരുന്നവരാണ് യഥാർത്ഥ സൗഹൃദക്കാർ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.